കൊച്ചിയിലേക്കാണ് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. അവിടെ നിന്ന് വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്നലെ നിർത്താതെ പെയ്ത മഴയായിരുന്നു എറണാകുളം ജില്ലയിൽ എല്ലായിടത്തും. ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണ കാഴ്ചകളും നമ്മൾ കണ്ടു. മഴക്കെടുതികളുടെ വിവരങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ മഴയുണ്ടോ? സ്മിത, ഗുഡ് മോർണിംഗ്. ഇന്നലെ വലിയ പ്രതിസന്ധിയായിരുന്നു എറണാകുളത്തിന്റെ നഗരമേഖലയിലും അതോടൊപ്പം മലയോര മേഖലയിലും തീരദേശ മേഖലയിലും. പക്ഷേ ഇന്ന് രാവിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ടെങ്കിലും മഴ കാര്യമായി പെയ്യുന്നില്ല. കാറ്റും കുറവാണ്. അതൊരു ആശ്വാസ സൂചനയാണ്. യെല്ലോ അലർട്ടാണ് ഇന്ന് ജില്ലയിൽ ഉള്ളത്. അപ്പോഴും ജാഗ്രത കൈവിടരുത് എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. മലയോര മേഖലകളിലാകട്ടെ ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് രാത്രികാല യാത്ര ഇന്നലെ തന്നെ കളക്ടർ നിരോധിച്ചിരുന്നു. നഗരമേഖലയിലേക്ക് വന്നാൽ രാവിലെ മഴയുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ വെള്ളക്കെട്ട് പലയിടങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. പക്ഷേ അത് 10 മിനിറ്റിനുള്ളിൽ തന്നെ വെള്ളം ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ഒരു ചെറിയ പ്രതിസന്ധി ഉള്ളത് ഈ റോഡുകളിലെമ്പാടും കുഴികളുണ്ട്. ആ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും അതുവഴി ബൈക്ക് യാത്രികർ പോകുമ്പോൾ അവർ അപകടത്തിൽപ്പെടുന്ന ഒരു കാഴ്ച ഇവിടെ നിരന്തരമായി എറണാകുളത്തിന്റെ വിവിധ റോഡുകളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം യാത്രക്കാർ സൂക്ഷിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കാനുണ്ട്. ഒപ്പം വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്ന ഒരു പ്രവണതയും വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളടക്കം വെള്ളക്കെട്ടിൽ ഇറങ്ങി കളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ കുറിച്ച് നിയന്ത്രണം കൂടി വേണമെന്ന് ജില്ലാ ഭരണകൂടം ഒരു ആവശ്യമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയുള്ള മേഖല തീരദേശം തന്നെയാണ്. അത് കണ്ണമാലിയും എടവനക്കാടുമാണ്. ഈ 2 ദിവസത്തെ മഴയിൽ കടലുകയറ്റത്തെ തുടർന്ന് വല്ലാതെ വലഞ്ഞിരിക്കുന്നത്. അവിടെ വീടുകളിലേക്കടക്കം ഇന്നലെ വെള്ളം കയറിയിരുന്നു. പറവൂരിൽ ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലും ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ മഴയുമായി ബന്ധപ്പെട്ട് 19 വീടുകൾക്കാണ് എറണാകുളം ജില്ലയിൽ മാത്രം കേടുപാടുകൾ സംഭവിച്ചത്. മെയ് 24 മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്ക് നോക്കിയാൽ അത് 336 എന്നാണ് വീടുകളുടെ കണക്ക്. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളിൽ അങ്ങനെ വലിയ പ്രതിസന്ധി കഴിഞ്ഞ കുറച്ച് നാളുകളായി മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ പ്രധാനമായും വെല്ലുവിളി നേടുന്നത് തീരദേശ മേഖലയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ക്യാമ്പ് തുറക്കാനുള്ള നിർദ്ദേശങ്ങൾ തീരദേശ മേഖലയിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ആളുകളൊന്നും ക്യാമ്പിലേക്ക് പോകാൻ അങ്ങനെ കൂട്ടാക്കാത്ത ഒരു സാഹചര്യം കൂടി ഇപ്പോൾ കണ്ണമാലി പോലുള്ള പ്രദേശങ്ങളുണ്ട്. എന്തിനാണ് എല്ലാ തവണയും ക്യാമ്പിലേക്ക് പോണത് എന്നത് ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. എല്ലാ തവണയും ഓരോ വാഗ്ദാനങ്ങൾ നൽകി അവരെ ക്യാമ്പിലേക്ക് വിടുകയും പക്ഷേ ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ പ്രതിഷേധം കൂടിയാണ് അത്. എന്നിരുന്നാൽ പോലും നിലവിൽ അവിടെ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി ക്യാമ്പുകൾ തുറക്കാനുള്ള നിർദ്ദേശങ്ങൾ തദ്ദേശ വകുപ്പിനൊക്കെ നൽകിയിട്ടുണ്ട്. നഗരമേഖലയിലും ഈ പറഞ്ഞ പോലെ വെള്ളക്കെട്ടുകൾ അങ്ങനെ കാര്യമായി രൂപപ്പെടാത്തതാണ് ഒരു ആശ്വാസം. എന്തായാലും കൃത്യമായ ജാഗ്രതാ നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പകർച്ചവ്യാധിയാണ് എറണാകുളം ജില്ലയിൽ ഒരു ചെറിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ഏകദേശം കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ 2700-ലധികം പേർക്കാണ് പനി ബാധിച്ചത്. അതിൽ 28ഓളം പേർക്ക് ഈ വെള്ളക്കെട്ടിന് പിന്നാലെ തന്നെ ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി വീടും പരിസരമൊക്കെ ശുചിത്വപരമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ആളുകളുടെ ഭാഗത്തുണ്ടാകണം എന്നുകൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്മിത, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.